ഇനി +1 സീറ്റ് വിവാദത്തിൽ പ്രതികരണവുമായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയുള്ള പ്രതിഷേധത്തിന് മുന്നിൽ മുട്ടുകുത്തില്ലെന്ന് മന്ത്രി. +1 പഠിക്കാൻ താല്പര്യമുള്ള എല്ലാ കുട്ടികൾക്കും സർക്കാർ സീറ്റ് ഒരുക്കും. പാഠപുസ്തകങ്ങൾ 25-ന് മുൻപ് എല്ലായിടത്തും എത്തിച്ചേരും. ഭിന്നശേഷി കുട്ടികൾക്ക് സ്കൂളുകളിൽ അഡ്മിഷൻ നൽകാത്ത സംഭവത്തിൽ കർശന നടപടി ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു. ഒന്നാം വർഷ ഹയർ സെക്കൻഡറി ഓൺലൈൻ അപേക്ഷാ സമർപ്പണം മെയ് മാസം 16 മുതൽ 25-ാം തീയതി വരെയാണ്. മെയ് 29-ന് ട്രയൽ അലോട്ട്മെൻറ്റാണ്. ജൂൺ 5-ന് ആദ്യ അലോട്ട്മെൻറ്റ് നടക്കും. ജൂൺ 12-ന് രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റ് നടക്കും. ജൂൺ 19-ന് മൂന്നാം ഘട്ട അലോട്ട്മെൻറ്റ് നടക്കും. ജൂൺ 24-ന് ക്ലാസ്സുകൾ ആരംഭിക്കുവാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. +1 ചേരുന്നതിന് വേണ്ടി ആഗ്രഹമുള്ള താല്പര്യമുള്ള മുഴുവൻ വിദ്യാർത്ഥികൾക്കും കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഈ വർഷവും അവർക്ക് പ്രവേശനത്തിനുള്ള അവസരം ഒരുക്കും ഗവൺമെൻറ്. അഡ്മിഷൻ തുടങ്ങിയിട്ട് പോലും ഇല്ലാത്ത അവസരത്തിൽ പ്രതിഷേധത്തിന് എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ഒരു കാര്യം വ്യക്തമാക്കി പറയുന്നു, ഇത് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ വേണ്ടി പാടില്ല. ചില സ്കൂളുകളിൽ ഭിന്നശേഷി കുട്ടികളെ കൊണ്ടുചെന്നാൽ പ്രവേശിപ്പിക്കുന്നതിന് വേണ്ടി അവർക്ക് ഒരു ബുദ്ധിമുട്ട് കാണിക്കുകയാണ്. അടുത്ത വർഷം അടുത്ത അക്കാഡമിക് എന്ന് പറയുന്നത് ഭിന്നശേഷി സൗഹൃദമായിരിക്കും. അതേസമയം മലബാറിലെ 1.5 ലക്ഷം കുട്ടികൾക്ക് +1 സീറ്റ് ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് 29-ന് 6 ജില്ലാ കളക്ടറേറ്റുകളിലേക്ക് മുസ്ലിം ലീഗ് മാർച്ച് നടത്തും.